സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാർക്കോസ് 5-ാം അധ്യായം ഈ 22-ാമത്തെ വാക്യം 23 നിങ്ങൾ വായിച്ചു നോക്കണം. അതിനകത്ത് സ്തോത്രം പള്ളി പ്രമാണിയായ ഞായറോസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവൻ്റെ മകൾ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് കിടപ്പുണ്ട്. ആ വീട്ടിൽ നിന്ന് യേശുവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. ആ വന്ന് യേശുവിനോട് ഈ കാര്യം പറയാണ്, നീ വന്ന് കൈവച്ചാൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകും. യേശു ഒന്നും പറയാണ്ട് അവൻ്റെ കൂടെ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഈ പള്ളി പ്രമാണിയുടെ സ്തോത്രം വീട്ടിൽ നിന്ന് 2 പേര് വരുന്നുണ്ട്. അവർ പറയണേ, ഇനി ഗുരുവിനെ വിളിക്കണ്ട, കുഞ്ഞ് മരിച്ചുപോയി. ഇതെന്തിനാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്? നമ്മളിതെപ്പോഴും വായിച്ച് ഒരുപാട് അങ്ങ് തള്ളിക്കളഞ്ഞ കേസ് കിട്ടുക. പക്ഷേ അതിനകത്ത് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ശ്രദ്ധിച്ചോ. ഈ പള്ളി പ്രമാണി തൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ വിശ്വാസത്തിലാണ് ഇറങ്ങി തിരിച്ചത്. ചെറിയ വിശ്വാസം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ചെറിയ വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിയ ആ സ്തോത്രം പള്ളി പ്രമാണിക്ക് യേശു ചെയ്ത അത്ഭുതത്തിൽ ചെറുതാ അല്ല വലുത്. തൻ്റെ കുഞ്ഞു മരിച്ചു. യഥാർത്ഥത്തിൽ അത് മരിച്ചു. പക്ഷേ ആ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് വന്ന 2 പേരോട് സംസാരിക്കേണ്ടത് പള്ളി പ്രമാണിയാണ്. പക്ഷെ അങ്ങനെ സംസാരിച്ചില്ല. യേശു പറഞ്ഞു, നീ ആ വാക്ക് കാര്യമാക്കല്ലേ. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്? നീ യേശുവിനെ നോക്കിയാണ് ഇറങ്ങി തിരിച്ച. നിനക്ക് കൂട്ടുകാരുണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും അവരുടെ വാക്ക് കേൾക്കരുത് എന്നും പറഞ്ഞ് അവരെ തള്ളിക്കളയാനല്ല. ആത്മീയ ജീവിതത്തിനകത്ത്, ആത്മീയ ലെവലിനകത്ത് നീ പരിശുദ്ധാത്മാവിൽ ഇരുന്നാലേ നിനക്ക് സംസാരിക്കാൻ പറ്റൂ. ഇപ്പം ഞങ്ങളെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് പറയാനൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ വൈഫും പറയാറുണ്ട്, അണ്ണാന്നാണ് വിളിക്കുന്നത് കേട്ടോ, അണ്ണ അവിടെ പോകണോ, സൂക്ഷിക്കണം, അവിടെ ഇന്ന അമ്പലമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേയുണ്ട്, മറിച്ചുണ്ട്. ഞാൻ പറഞ്ഞു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ യേശുവിനെ നോക്കിയാൽ പോരെ. പരിശുദ്ധാത്മാവിൽ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്താൽ പോരെ. ഞാൻ അമ്പലത്തെ നോക്കണേന്തിന്? അവിടുത്തെ പൂജാരിയെ നോക്കണേന്തിന്? അവിടുത്തെ പ്രശ്നങ്ങളെ നോക്കണേന്തിന്? അത് നോക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞില്ലല്ലോ. നീ ഏതിനെ ഭയപ്പെടുന്നുവോ അത് നിന്നെ ഭയപ്പെടുത്തും. നീ യേശുവിനെ വലുതായിട്ട് കണ്ടാലോ ഭയം താനെ ഓടും. അതുകൊണ്ടാണ് യേശു ഞായറോസിനോടൊക്കെ പറഞ്ഞത്, നീ ആ വാക്ക് കാര്യമാക്കല്ലേ, ഭയപ്പെടല്ലേ. ഇനി 2-ാമത്തെ കാര്യം ശ്രദ്ധിച്ചോ. യേശു കൂടെ വന്നു. ഈ സ്തോത്രം പള്ളി പ്രമാണിൻ്റെ വീട്ടിനകത്തേക്ക് പോകാൻ അനുവദിക്കാതെ തൻ്റെ കൂട്ടുകാരെ ഉപയോഗിച്ചു. ഇതുപോലെയാണ് നമ്മളും. പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടുന്ന വചനവും പ്രസംഗവും ആത്മീയ ബലവുമായി നടന്ന് മൂവ് ചെയ്തൊരു സ്ഥലത്ത് പോകാനിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളെ തടങ്കിലിടും. അയ്യോ, അവിടെ ഇന്നതുണ്ട്, അവിടെ മറ്റാൾക്കാരുണ്ട്, മറിച്ച ആൾക്കാരുണ്ട്, സൂക്ഷിച്ച് വേണം എല്ലാം ചെയ്യാൻ. അപ്പോഴേ ഭയം. ഇത് സാത്താൻ്റെ തന്ത്രമാണ്. സൂക്ഷിക്കേ. നിന്നെക്കൊണ്ട് തന്നെ ദൈവം അത്ഭുതം ചെയ്യിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ അത്ഭുതം നടക്കും. അവിടെ രാജീവ് പോയി പ്രസംഗിച്ചാലൊന്നും ഇറക്കില്ല. ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ, പാസ്റ്റർ തന്നെ അവിടെ പോയി പ്രസംഗിക്കണമെന്ന് ദൈവം പരിശുദ്ധാത്മ പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചെയ്യണം. അവിടെ രാജീവ് വന്നാൽ ഒന്നും നടക്കില്ല. ശ്രദ്ധിച്ച് നോക്കുക. പള്ളി പ്രമാണിൻ്റെ വീട്ടിൽ യേശു വന്നു. കുഞ്ഞു മരിച്ചു. സത്യമാണ്. ആ കട്ടിലിൽ കിടത്തിയിട്ടുണ്ട്. ഒത്തിരി പേര് കരയുന്നുണ്ട്, ഒത്തിരി പേര് ബഹളം വയ്ക്കുന്നുണ്ട്. പക്ഷേ യേശു എന്താ ചെയ്തേ? കുഞ്ഞ് മരിച്ചിട്ടില്ല. ഹലോ, ശ്രദ്ധിക്കേ. കുഞ്ഞ് മരിച്ചിട്ടില്ല. ഒറ്റ വാക്കേ പറഞ്ഞു. അവരാരും വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്തവരെല്ലാം പുറത്തിറക്കിയിട്ട് പത്രോസ്, യാക്കോബിൻ്റെ സഹോദരൻ എല്ലാം കൂടെ അകത്ത് കയറി. കണ്ട, യേശുവിൽ വിശ്വസിച്ചവരെ മാത്രമല്ല, തൻ്റെ ഭാര്യനെ, ഞായറോസിൻ്റെ ഭാര്യനെയും ഞായറോസിനെയും അകത്ത് വിളിച്ചു കയറ്റി. യേശുവിൽ വിശ്വസിക്കുന്ന നിൻ്റെ കുടുംബമുണ്ടോ? വൻ അത്ഭുതം നിന്നിൽ നടക്കാൻ പോകുക. യേശുവിൽ വിശ്വസിക്കുന്ന പാസ്റ്ററും ഭാര്യയും മക്കളും ഉണ്ടോ? ഭയപ്പെടല്ലേ മക്കളെ, ഭയപ്പെടല്ലേ. പാസ്റ്റർ മക്കളോട് പരിശുദ്ധാത്മ പറയുന്നത്, നീ ഭയപ്പെടല്ലേ. നിൻ്റെ പപ്പയ്ക്ക് വലിയ ഒരു ഉയർന്ന പദവി പരിശുദ്ധാത്മ കൊടുക്കാൻ പോകുക. നിൻ്റെ ചർച്ചിൽ ഒത്തിരി ജനങ്ങൾ വരാൻ പോകുക. നിങ്ങളുടെ ബുദ്ധിമുട്ട് ദൈവം മാറ്റാൻ പോകുക. ഇതിൽ കൂടി വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. പാസ്റ്റേഴ്സിനെ നോക്കി പറയുന്നു, പാസ്റ്റേഴ്സിൻ്റെ കുടുംബത്തെ നോക്കി പറയുന്നു, പാസ്റ്റേഴ്സിൻ്റെ മക്കളെ നോക്കി പറയുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സ്തോത്രം അന്നുള്ള ഫുഡിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ദാസനെ പരിശുദ്ധാത്മ പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്. വിശ്വസിക്കുക മാത്രം ചെയ്. ഈ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞങ്ങളെല്ലാം, എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വാസത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അന്നെന്നുള്ളത് ദൈവം ചെയ്യും. സ്തോത്രം. അന്നെന്നുള്ള ദൈവം ചെയ്യും. ഇന്നും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, ആ ഞായറോസിൻ്റെ വീട്ടിൽ നടന്ന അത്ഭുതം ചെറുതല്ല, അത് വലുതാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങളവിടെ ശ്രദ്ധിച്ചു നോക്കാം. യേശുവിൽ വിശ്വസിച്ചവരെ മാത്രമേ കൂടെ നിർത്തിയുള്ളൂ.
അതുകൊണ്ട് സഭയിലുള്ള പാസ്റ്റേഴ്സിനോട് പറയുന്നു, വിശ്വാസികളോട് പറയുന്നു, നീ വിശ്വാസത്തിൽ ജീവിക്കാൻ പഠിക്കേ. നിന്റെ കൂട്ടുകാരെല്ലാം യേശുവിൽ ആഴമായി വിശ്വസിക്കുന്നവരാകട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു വിശ്വസിക്കുന്നവരാകട്ടെ. അവിടെ ഒന്നും കാണൂല, നീ വിളിച്ചു പറ, ഇവിടെ ഒരു അത്ഭുതം നടക്കും. കാരണം എന്തെന്നറിയാമോ? ഇന്നും കല്ലറ തുറന്നു കിടക്കുകയാണ്. നമ്മുടെ യേശുപ്പച്ചൻ്റെ കല്ലറ 2025 അത് അടയ്ക്കാൻ പറ്റുന്നില്ല. അത് അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? ദൂതൻ കയറി ഇരിക്കുക അതിനകത്ത്. ഇന്നും തുറന്നു വെച്ചിരിക്കുന്നത്. അത് ഉപരി യേശുപ്പച്ചൻ പറഞ്ഞെന്താ? ഞാൻ പോയതുപോലെ തിരിച്ചു വരും. ദൂതനും പറയുന്നത് എന്തുവാ? കർത്താവ് പോയതുപോലെ തിരിച്ചു വരും. ഭയപ്പെടല്ലേ. നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ നീ ഭയപ്പെടേണ്ട. നിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് വരും. നീ നന്നായി പ്രസംഗിക്കും. നീ നല്ല അത്ഭുതങ്ങളെ കാണും. നിൻ്റെ വാ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിൻ്റെ കൈയാൽ വീര്യപ്രവൃത്തികൾ നടക്കും. വിശ്വസിക്കും പാസ്റ്ററെ. കുടുംബമായി ഇരുന്ന് ദുഃഖിക്കുന്ന പാസ്റ്ററിനോട് പരിശുദ്ധാത്മ പറയുന്നു, ദുഃഖിക്കല്ലേ. 2026 നീ കയറുന്നതിന് മുമ്പ് നിൻ്റെ വാതിൽ ദൈവം തുറക്കും. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു അത്ഭുതം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, നിനക്കായി 2026 കയറുന്നതിന് മുമ്പ് ഒരു വാതിൽ തുറന്നു തരും. നീ വിശ്വസിക്കുക. ഇവിടെ പള്ളി പ്രമാണി എന്താ ചെയ്തേ? യേശുവിൽ വിശ്വസിച്ചു. ആ വിശ്വാസത്തെ തള്ളിക്കളയത്തക്ക രീതിയിൽ തൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഉപയോഗിച്ചു. എന്തിന്? നിൻ്റെ സഭ വളരൂല, നിൻ്റെ പ്രാർത്ഥന ശരിയല്ല, നിനക്ക് കടം കൊണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് എന്നൊക്കെ നീ പറ. എൻ്റെ അപ്പൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരുന്നൊരു ദൈവം. എലിയാവെ ഒറ്റയ്ക്കിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? കാക്കയുടെ വരവും കത്താണ് ഏലിയാവ് ഇരുന്നേ? അല്ല, കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ ശബ്ദം, സംഭാഷണം. ഹലോ, ആ മഹത്വം കണ്ട് നിൽക്കുകയാണ് ആരാ? ഏലിയാവ്. ആകാവ് അവിടെ എന്താ കാണിച്ചു കൂട്ടിക്കണെന്ന് അറിയാവോ? അവൻ ഒരു ബലിപീഠം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആർക്കാ? ഇസബേലിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വേറെ തെറ്റിദ്ധരിക്കല്ലേ. അവൾ ബുദ്ധി പറഞ്ഞു കൊടുത്ത് ബാലിനൊരു ഹലോ എന്നാൽ അബ്രഹാം ചെയ്ത എന്താ? യഹോവയായ ദൈവത്തെ എവിടെ കണ്ടോ അവിടെ എല്ലാം അങ്ങനെ യാഗം വയ്ക്കും. എന്തിന്? അവിടുത്തെ ദുരാത്മാക്കൾ ഓടും. നിന്റെ സഭ കണ്ട് ആ ഏരിയയിലുള്ള കുടിയിരിപ്പുകൾ ഇന്നിരിക്കൂല. വെച്ചോ. ഉൽപ്പത്തി 12 വായിച്ചു നോക്ക് നീ. അബ്രഹാം അത്ഭുതകരമായി ചെയ്തു. ആവർത്തന പുസ്തകം 18 നീ വായിച്ചു നോക്കുക. അത്ഭുതത്തിന് മേൽ അത്ഭുതം നീ കാണും. നിന്റെ ചർച്ച് വളരാൻ പോകുന്നു. നിന്റെ ആത്മീയ ജീവിതം, നിന്റെ മക്കൾ, നിന്റെ കൂടെയുള്ളവർ ആത്മാവിൽ നിറയാൻ പോകുന്നു. വിശ്വസിക്ക്. ഈ വചനത്താൽ വാക്കുകളാൽ ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.